ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കുറച്ച് തിരക്കുകൾ കാരണം ചെറിയൊരു ബ്രേക്ക് വന്നു. അപ്പോൾ ഇന്ന് വീണ്ടും നമ്മളൊരു ലഞ്ച് റെസിപ്പി ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വീട്ടിലുണ്ടായ നല്ല പച്ചച്ചീരയാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് അമ്മയുടെ സ്പെഷ്യൽ ഒരു ചക്കക്കുരുവും പച്ചച്ചീരയും കൂടി ഒരു തോരനൊക്കെ വെച്ച് ഒരു അടിപൊളി ലഞ്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് നല്ല ചൂരമീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചൊരു തേങ്ങ അരച്ച് പച്ചമാങ്ങയൊക്കെ ഇട്ടൊരു മീൻകറിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 1/2 കിലോ മീൻ എടുത്തിട്ടുണ്ട്. കഷ്ണങ്ങളായിട്ട് മുറിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് 2 മീഡിയം സൈസിലുള്ള പച്ചമാങ്ങയാണ് ചേർക്കുന്നത്. ഇത് നല്ല മഞ്ഞ കളറാണ് കേട്ടോ ഈ മാങ്ങയ്ക്ക്. പക്ഷെ അത് പഴുത്തതല്ല, പച്ചമാങ്ങ തന്നെയാണ്, നല്ല പുളിയാണ്. അപ്പോൾ ഞാനിതൊരു 2 എണ്ണം ചേർക്കുന്നുണ്ട്. പിന്നെ പുളി കുറഞ്ഞ മാങ്ങയൊക്കെ ആണെങ്കിൽ കുറച്ച് വാളംപുളിയും കൂടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ മീൻകറിയിൽ. അപ്പോൾ അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇതിപ്പോൾ ഒരു 2 മീഡിയം സൈസുള്ള മാങ്ങ ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചു. ഇനി മീൻകറിക്കുള്ള അരപ്പുണ്ടാക്കണം. ഇപ്പോൾ ഒരു മിക്സി ജാർ എടുത്ത് അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ എടുക്കുകയാണേ. ഒരു 2-2.5 വലിയ പിടി തേങ്ങ, ഏകദേശം ഒരു 1/2 മുറി തേങ്ങ ഉണ്ടാവും. അതിനകത്തോട്ട് ഒരു 5-6 അല്ലി ചെറിയ ഉള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത് കാശ്മീരി മുളക് പൊടിയാണ്, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അതൊരു മൺചട്ടിയിലോട്ട് മാറ്റാം, നമ്മൾ മീൻകറി വെക്കുന്ന ചട്ടിയിലോട്ട് മാറ്റാം. നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ. ഇതിനകത്ത് ആ മിക്സി ജാറിൽ തന്നെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു. എരിവിനനുസരിച്ച് 2 പച്ചമുളക് ഇട്ടു. ഇനി കറിക്ക് ആവശ്യത്തിന് കൂടുതൽ വെള്ളം ഒഴിക്കുക. പിന്നെ ഒരു 1-1.5 കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. മീൻ എത്രയുണ്ടോ അതിനനുസരിച്ച് വേണം വെള്ളം ചേർക്കാൻ. ഇനി അതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഉപ്പ് ചേർത്തത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിത് തിളയ്ക്കാനായിട്ട് വെക്കാം. മീൻകറി നമ്മൾ വിറകടുപ്പിലാണ് വെക്കുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ചതിന് ശേഷം മീനിൻ്റെ കഷ്ണങ്ങളും മാങ്ങ ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ നന്നായിട്ട് തിളച്ച് കഴിയുമ്പം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയുടെ കഷ്ണങ്ങളും മീനും ഇട്ട് കൊടുക്കുക. വാളംപുളി ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ അതും കൂടി ഒഴിച്ചു കൊടുക്കണം. നെയ്മീൻ ഈ ചൂര മാത്രമല്ല കേട്ടോ, വേറെ നമ്മൾ തേങ്ങ അരച്ച് വയ്ക്കുന്ന മീനും നെയ്മീനോ അയല അങ്ങനെയുള്ള ഏത് വേണമെങ്കിലും ഇതുപോലെ തന്നെ നമുക്ക് തേങ്ങ അരച്ച് മാങ്ങയിട്ട് വെക്കാൻ പറ്റും. കുറച്ച് മീനൊന്ന് ഫ്രൈ ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 4-5 കഷ്ണം മീൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തൊന്ന് അരപ്പ് പുരട്ടി വെക്കാം. അപ്പോൾ അരപ്പുണ്ടാക്കാനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഒരു 5-6 അല്ലി ചെറിയ ഉള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം വാളംപുളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2-2.5 ടീസ്പൂണോളം മുളക് പൊടി, കുറച്ച് കറിവേപ്പില, പാകത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു തിക്കായിട്ടുള്ളൊരു പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അത് നമുക്ക് ഈ മീനിലോട്ട് പുരട്ടി വെക്കാം. ഇതിങ്ങനെ പുരട്ടി ഒരു 10-15 മിനിറ്റ് വെച്ചിട്ട് ഫ്രൈ ചെയ്യുമ്പം നല്ല ടേസ്റ്റാണ്. ആ ഒരു മീനിലോട്ട് നല്ല പോലെ ഒരു അരപ്പൊക്കെ പിടിച്ചിരിക്കും. നെയ്മീനും മത്തിയൊക്കെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താലും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ട് വന്ന നാടൻ പച്ചച്ചീര അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതും കുറച്ച് ചക്കക്കുരുവും കൂടി ചേർത്ത് ഇട്ടിട്ടാണ് തോരൻ വെക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു 10-15 ചക്കക്കുരു തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് കുറച്ച് ഉപ്പും ഇട്ട് വെള്ളം ഒഴിച്ച് വേവാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിനുള്ള അരപ്പ് റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് സാധാരണ തോരനുള്ള അരപ്പ് തന്നെയാണ്. മിക്സി ജാറിൽ ഒരു 2 പിടി തേങ്ങ, 2-3 ചെറിയ ഉള്ളി, ഒരു 2-3 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് 2-3 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും 1-2 വറ്റൽമുളകും കൂടി ഇട്ടിട്ട് ആ ഉള്ളി ഒന്ന് മൂക്കുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ബ്രൗൺ ഒന്നും ആവണ്ട, ഉള്ളി നല്ലൊരു ഒന്ന് ചുവന്ന് വന്നാൽ മതി. അതിനകത്തോട്ട് നമ്മൾ അടിച്ചു വെച്ച അരപ്പുണ്ടല്ലോ അതും കൂടി ഒന്നിട്ട് അതിൻ്റെ പച്ച ചുവ മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ച ചീരയിടാണ്. ചുവന്ന ചീര വേണമെങ്കിലും ഇതുപോലെ ചക്കക്കുരു ഇട്ട് വെക്കാം. വേവിച്ചു വെച്ച ചക്കക്കുരു ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കുകയാണ്. ഒരുപാട് വെന്ത ഉടഞ്ഞു പോലെ നല്ല സോഫ്റ്റായിട്ട് വന്നാൽ മതി. ഓരോരോ കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കണം ചക്കക്കുരു. ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്യുക. അതൊന്ന് ചൂടടിക്കുമ്പോൾ തന്നെ ചീര നല്ലപോലെ അങ്ങ് വാടും. അത് കഴിഞ്ഞിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. അല്ലെങ്കിൽ ആദ്യം ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പം കൂടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഒത്തിരി ചീര ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ഉപ്പ് ചേർക്കും. അപ്പോൾ ഇനി ഇതൊന്ന് മൂടി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം.
ചീരയിൽ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. ചെറിയ തീയിൽ അടച്ചു വെച്ചിരിക്കുകയാണ്. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി. ഏറ്റവും ചെറിയ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വെന്ത് കിട്ടും. നമ്മുടെ അടിപൊളി ചീര ചക്കക്കുരു തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയുമാണ്, അതുപോലെ ഹെൽത്തിയുമാണ് കേട്ടോ. ചീര മാത്രം തോരൻ വെച്ച് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പർ ടേസ്റ്റിയാണ്. ആ സമയം കൊണ്ട് മീൻകറിയും റെഡിയായി, പാകത്തിന് വറ്റിയൊക്കെ വന്നു. ഇനി ഇതിനകത്ത് താളിച്ച് ചേർക്കണം. സാധാരണ ചെയ്യുന്ന പോലെ കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളിയും വറ്റൽമുളകും ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്തു. അത് കറിയിലോട്ട് ഒഴിക്കാം. നല്ല അടിപൊളി പച്ചമാങ്ങ ഇട്ട തേങ്ങ അരച്ച മീൻകറി റെഡി. മാങ്ങ വെറുതെ കഴിക്കാൻ തന്നെ അടിപൊളി ടേസ്റ്റ് ആട്ടോ ആ കറിയിൽ കിടക്കുന്നത്. ഫിഷ് ആയാലും സൂപ്പർ ടേസ്റ്റിയാണ്. നമ്മൾ വാളംപുളിയൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ആ മസാലയ്ക്ക് ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഊണ്. പിന്നെ ഈ തേങ്ങ അരച്ച മീൻകറിയിൽ മാങ്ങയ്ക്ക് പകരം ഇരുമ്പം പുളിയില്ലേ, ഈ ചെമ്മീൻ പുളി എന്നൊക്കെ പറയുന്ന, അതിട്ട് വെച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു നാടൻ ഊണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.